അങ്ങനെ ഒടുവിൽ നമുക്ക് 2026 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സ്പ്ലെൻഡർ പ്ലസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഞാൻ കുറേ നാളായി ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്നു. ഇതിൽ പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് ഒരെണ്ണം ഈ വണ്ടി എടുത്തു. അപ്പോൾ ഞാൻ ഇതിൽ വന്നേക്കണ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് തന്നെ ഓർത്തു. ഇപ്പോൾ 2026 പുതിയ സ്പ്ലെൻഡർ പ്ലസ് കുറേ ഗ്രാഫിക്സ് ഒക്കെ വന്ന രീതിക്കുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. പല കളർ തീമിലും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലാക്ക് വണ്ടി ഇങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം പലരും ഈ ഒരു ബ്ലാക്ക് മോഡൽ എടുക്കാൻ വേണ്ടി ഇപ്പോഴും നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു കളർ ഇതുപോലെ തന്നെ വെച്ച് ചെറിയ അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് തന്നെ ഈ ഹീറോ ഇപ്പോഴും ഈ വണ്ടി വിൽക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ വലിയ മാറ്റം തോന്നൂല്ലെങ്കിൽ ഈ മീറ്റർ കൺസോളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കൊരു ചെറിയ മാറ്റം മനസ്സിലാവും. ഇതിൻ്റെ ചുറ്റിനായിട്ട് തന്നെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേനെ. ഈ ക്രോം ഫിനിഷ് വന്നിട്ട് അങ്ങനെ വൃത്തികേടോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു. മെയിനായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് തന്നെയാണ്. നമ്മൾ പഴയ സ്പ്ലെൻഡർ പ്ലസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേളിലെ ഭാഗമൊക്കെ ഇത്തിരി ഗ്യാപ്പുള്ളായിരുന്നു. ഇപ്പോൾ അതെല്ലാം സീൽഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ പഴയ വണ്ടീനെ അപേക്ഷിച്ച് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റിസർവ് വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ വണ്ടിക്ക് അതില്ലായിരുന്നു. നമ്മൾ പെട്രോൾ അടിച്ച് റിസർവ് ആയി കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിൽ കൂടി മാത്രമേ നോക്കിയത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അതൊരു വാണിംഗ് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ രണ്ട് സൈഡിലുള്ള വാണിംഗ് ലൈറ്റിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് പഴയ പോലെയൊക്കെ തന്നെയാണ്. ഈ ന്യൂട്രൽ വാണിംഗ് ലൈറ്റും എന്നിൻ്റെ ആ ഒരു എംബ്ലം മാത്രമായിട്ടുണ്ട്. നേരത്തെ ഒരു സ്ക്വയറിലെ ഒരു തീമിൻ്റെ അകത്തായിരുന്നു ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ മീറ്ററിൻ്റെ ഡിസൈനും എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഈ സൈഡിൽ വന്നിരിക്കുന്ന രണ്ട് ബോക്സിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. പഴയ വണ്ടിയിലൊരു ഓപ്പൺ ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചെയിൻ കവറിൽ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഈ വണ്ടിക്കുള്ളൂ. പിന്നെ വന്നിരിക്കുന്നൊരു മാറ്റം എന്ന് വെച്ചാൽ ഈ സൈലൻസറിൻ്റെ ടിപ്പ്. നമ്മുടെ പഴയ വണ്ടിയിൽ ഇത്തിരി പോയിൻ്റ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് സൈലൻസറിന് വരുന്നത്. ഇതെന്ന് പറയുന്നത് കറക്റ്റ് ഇപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ട് റൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. ഈ ബാക്ക് സൈഡൊക്കെ ഓൾമോസ്റ്റ് പഴയ വണ്ടിയുടെ പോലെ തന്നെയാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഇൻഡിക്കേറ്ററൊക്കെ ആ പഴയ ടൈപ്പ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. സെയിം തന്നെ ആ പഴയ എഞ്ചിനൊക്കെ ബ്ലാക്ക് കളർ എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്കും വരുന്നത്. പിന്നെ പണ്ടത്തെ സ്പ്ലെൻഡറിനുള്ള പോലെ തന്നെ i3 സംവിധാനമൊക്കെ ഈ വണ്ടിയിലും ഉണ്ട്. ഇപ്പോൾ പുതിയ 2026 ആ ഗ്രാഫിക്സ് ഡിസൈനുള്ള സ്പ്ലെൻഡറിൽ LED ലൈറ്റ്സും പിന്നെ ഡേ ടൈമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് അതൊന്നുമില്ല. സെയിം ഹാലോജൻ ബൾബ് തന്നെയാണ് ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്. പിന്നെ മിറേഴ്സിലേക്ക് നോക്കാനാണെങ്കിൽ ആ പഴയ മിറർ തന്നെയാണ്. ഇതിന് കാര്യമായിട്ടുള്ള വിസിബിലിറ്റി ഒന്നുമില്ല. ഇതെല്ലാം വണ്ടി എടുത്ത് കഴിയുമ്പോൾ നമ്മളിത് മാറ്റിയിട്ട് ബോക്സി ടൈപ്പ് മിറർ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്പ്ലെൻഡർ ഇപ്പോൾ 2026 പുതിയ സ്പ്ലെൻഡറുമാണ്. ഒറ്റമോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും സെയിം ലുക്കാണ്. കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ചെറിയ അല്ലറ ചില്ലറ മാറ്റങ്ങൾ മാത്രമേ ഈ വണ്ടിക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ പഴയ വണ്ടിക്ക് നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ബാർ ഞാൻ ഒരു ചേഞ്ചും ചെയ്തിട്ടില്ല. കുറച്ച് അപ്രൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ള മാറ്റം മാത്രമേ ഇതിലുള്ളൂ. ഇപ്പോൾ എടുത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹാൻഡിൽ ബാർ ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനാണ്. അതുകൊണ്ട് കുറച്ച് റൈഡിങ് കംഫർട്ടിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2022 മോഡൽ എൻ്റെ ഇരിക്കുന്ന സ്പ്ലെൻഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ പുതിയ മോഡൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ഒരേ സൗണ്ടാണ്. ഇത്രയും നാൾ കഴിഞ്ഞാലും സൗണ്ടിലൊന്നും യാതൊരുവിധ വ്യത്യാസവും വണ്ടിക്ക് വരുന്നില്ല. ഇപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ എൻജിൻ സൈഡൊക്കെ നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. അത് കുറച്ച് നാൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇടയ്ക്കൊന്ന് പോളിഷൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എപ്പോഴും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. വേറെ യാതൊരുവിധ മാറ്റങ്ങളോ സീറ്റ് ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. നമ്മുടെ വണ്ടിയിൽ ഫീനിക്സിൻ്റെ ഷോക്ക് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്തിരി ഹൈറ്റ് തോന്നുന്നത്. സ്റ്റോക്ക് വണ്ടിക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോഡ് ഇരിക്കുമ്പോൾ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. അത് നോർമലി എല്ലാ സ്പ്ലെൻഡറിനുള്ളൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പുതിയ കളർ തീം വണ്ടി വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ ഇപ്പോഴും സെയിൽ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ വണ്ടിയുടെ ഡിമാൻഡ് ഒട്ടും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹീറോ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. നിങ്ങൾ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നീറ്റായിട്ട് സൂക്ഷിക്കണമെന്നുള്ളവരാണെങ്കിൽ ഈ ടാങ്കെങ്കിലും കൊണ്ടുപോയി PPF അടിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എടുത്ത് കുറച്ച് കളയുമ്പോൾ ഉരച്ചിൽ വീഴും. പിന്നെ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എടുക്കുമ്പോൾ തന്നെയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ മെയിനായിട്ട് ടാങ്കും ഫ്രണ്ട് വൈസറും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ വണ്ടി ഇപ്പോൾ പുതിയതായിട്ട് 700 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ 700 കിലോമീറ്ററിൽ ഫസ്റ്റ് സർവീസ് ചെയ്തു. നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം 50,000 കിലോമീറ്റർ അടുത്തും ആയിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഇപ്പോൾ 1,00,000 രൂപ അടുത്ത് വില വരുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ പല ഷോറൂമുകളിലും അന്വേഷിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം 1-2 ഷോറൂമിലൊക്കെ വില കുറയാനും കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഈ വണ്ടിയുടെ കാര്യങ്ങൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.